ഷെഫിക്ക ഒന്നിട്ട് തിരിഞ്ഞ. ഓ വിറക്, ആദിവാസി വിറകൊക്കെ ആയിട്ട് വരികയാണ്. ഇങ്ങനെ റോഡ് പോണ്. ഇത് വന്ന് ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? ടവറിൻ്റെ അവിടെ നിന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം, സാധനങ്ങളൊക്കെ അതുവഴി എടുത്തിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുക്കിംഗ് ആട്ടാ. ഇവിടെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കണം എന്നാണ് ആഗ്രഹം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കണ്ടറിയാം. അപ്പോൾ ഇതുണ്ട്, അവിടെയൊക്കെ നല്ല ഫ്ലോ ഉണ്ട് വെള്ളത്തിന്. അയ്യോ അവിടേക്ക് നല്ല വെള്ളമുണ്ട് കേട്ടോ, ആ ഭാഗത്ത് നല്ല വെള്ളമുണ്ട്. പോയി നോക്കാം. അടിപൊളി അടിപൊളി. ഓ ഇവിടുത്തെ ഒരു ഹൈറ്റ് നോക്കിയേ, ഭയങ്കര ഹൈറ്റാട്ടാ. യാ മോനെ ശരിക്ക് വെള്ളം ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെയൊക്കെ സ്ട്രീംസിൻ്റെ സൗണ്ട് കണ്ടോ, ഈ വെള്ളം ഒഴുകി വരുന്ന സൗണ്ട് കണ്ടോ. ഹായ് ഗായ്സ്, ജസ്ലിനാണ്, വേ ഓഫ് ട്രാവൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഇന്നൊരു പുതിയ വാതിലാട്ടോ. കണ്ട വെള്ളം, നല്ല വെള്ളമുണ്ട്. ഈ മഴ കഴിഞ്ഞപ്പം വന്നൊരു വാതിയാണ്. ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ നന്നായിട്ട്. നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഈ വീക്കെൻഡിലും പെരുന്നാളിനൊക്കെ വരാൻ പറ്റിയൊരു പൊളി ലൊക്കേഷനാണ്. പെരുന്നാളിനൊക്കെ വന്ന് ഇവിടെ നല്ല ഒഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇരുന്നൊരു ബാർബിക്യൂ ഒക്കെ ഇട്ടിരിക്കാം. നല്ല ക്ലൈമറ്റ് കേട്ടോ, സൂപ്പർ ക്ലൈമറ്റ്. ഇത്രയും ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കൂർ എത്തിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കും നല്ല കാറ്റുണ്ട്. ഈ വാതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാറ്റ് ശരിക്ക് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, അടിപൊളി ഒരു റിലാക്സ്ഡ് ഫീലാണ് കിട്ടുന്നത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല ഒഴുക്കനുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല റോഡായിരുന്നു, ഒരു ഓഫ് റോഡായിരുന്നു. അതൊക്കെ വെള്ളം വന്ന് തകർന്ന് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് തൊട്ട് മേലെ വരെ വണ്ടി എത്തും കേട്ടോ. മേലെത്തി ഒരു താഴത്തേക്കൊരു ഓഫ് റോഡ് ആ വഴി നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്താൻ കഴിയും. എന്നിട്ട് ഇതിലിങ്ങനെ വെള്ളം എൻജോയ് ചെയ്ത് ഈ വാതിയിലൂടെ ഇങ്ങനെ നടന്നു പോവാം. നമുക്ക് മുന്നോട്ട് പോയേക്കാം. അവസാനം വല്ല പൂളോ വല്ലതും കിട്ടുമോ, ചാടി കുളിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് നോമ്പറൊക്കെയുള്ള പ്ലാനാണ്. ഇവിടെ ഫുഡൊക്കെ വെച്ച് ഇവിടുന്ന് നോമ്പറക്കാന്ന് വിചാരിക്കണം. ഇതാ ഇവിടെയൊക്കെ വീണ്ടും ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ഭാഗത്തൊക്കെ വെള്ളം വീണ്ടും ഒലിച്ചു തുടങ്ങി. കുറച്ച് സമയം നല്ല ഡ്രൈ ആയിരുന്നു കേട്ടോ, ആ ഭാഗത്തൊക്കെ ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഭൂമിൻ്റെ അടിയിൽ കൂടെ ഒലിച്ച് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് താഴ്ചയുള്ള സ്ഥലത്തെത്തിയപ്പം അങ്ങനെ കാണാൻ തുടങ്ങി. ഇനി നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലോണം താഴ്ചയുള്ള സ്ഥലത്ത് പൂളുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വാതി ഇതാ ഇവിടെ ഇങ്ങനെ അരുവി ഇവിടെയൊക്കെ ഉണ്ട്. റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നു. നമ്മൾ മുന്നോട്ട് പോകട്ടെ. കുറച്ച് നടന്നേ ഉള്ളൂ, ഒരു ഏകദേശം 50 മീറ്റർ 100 മീറ്ററൊക്കെ നമ്മൾ നടന്നുള്ളൂ. ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വാതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ശരിക്ക് മഴയത്ത് നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം റോഡൊക്കെ ആകെ നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും നല്ലൊരു ഓഫ് റോഡ്, നോർമൽ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുന്ന ഓഫ് റോഡായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ്. അപ്പം ഇവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. മിക്കവാറും നമുക്ക് ലാസ്റ്റിലൊരു പൂള് കിട്ടുമായിരിക്കും. അപ്പം സൺസെറ്റ് ആയി തുടങ്ങി, ഏതാണ്ട് 5:30 ആയി. നമ്മൾ എവിടം വരെ എത്തും നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാതിൻ്റെ ഒരു ഷേപ്പാട്ടോ, ഭയങ്കര ഹൈറ്റ് വോളാണ് 2 സൈഡിലും. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ല കറക്റ്റ് ഒരു വാതിൽ കൂടെയാണ് നടന്നു പോണത്. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാളുണ്ടല്ലോ, ഈ ഒരു വാതി, അത് ശരിക്കും മഴ പെയ്തിട്ട് ഫോം ചെയ്തതാണ്. ഏകദേശം എത്ര ഹൈറ്റാണെന്ന് അറിയാം ഇതിനൊക്കെ ഉള്ളത്. ഇതൊക്കെ മഴ പെയ്തിട്ട് കാര്യങ്ങളോളം മഴ പെയ്ത് ഒലിച്ചൊലിച്ച് ഫോം ചെയ്ത സംഭവങ്ങളാണ്. ഇവിടെയൊക്കെ നല്ലോണം വെള്ളമുണ്ട്. കാറ്റും നല്ല ക്ലൈമറ്റ് കേട്ടോ, ചൂടൊന്നും ഇതുവരെ ആയിട്ടില്ല. അവിടെയൊക്കെ നല്ല പച്ചപ്പൊക്കെ കാണുന്ന ദൂരെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്.
വാവ്, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നോക്കിയേ, ഇത് കുറച്ച് കാലം കൂടി ഉണ്ടാവും കേട്ടോ. ഈ വാതി കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഫുൾ വെള്ളം വെള്ളം. ഇതെന്താ ഇവിടെ ഞാറായിട്ടുണ്ടാവും. ശരിക്കും പച്ചപ്പായിണ്ട്. പുല്ല് മുളച്ചിട്ട്, മഴ പെയ്ത് പുല്ല് മുളച്ചാണ്. ഇവിടെയൊക്കെ വെള്ളമാണ്. ഈ വെള്ളം പോയിട്ടുള്ള അരികത്തൊക്കെ ശരിക്കും പച്ചപ്പ് വന്നിട്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു റോഡായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു എന്തൊക്കെയോ വീട് വില്ലേജൊക്കെ കാണുന്നുണ്ട്. അവിടത്തേക്കൊക്കെ ഉള്ള റോഡായിരുന്നു തോന്നുന്നു. അത് തന്നെയാണ് ശരിക്കും. ഈ മഴത്ത് വെള്ളം വന്നിട്ട് ഇല്ലാതായതാണ്. ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലായിട്ടുള്ളത്. കല്ലുകളൊക്കെ വന്ന് ഇവിടെയൊക്കെ മഴവെള്ളപ്പാച്ചിൽ സംഭവിച്ച കേട്ടതൊക്കെ. ആ ഭാഗത്ത് നല്ലൊരു പൂള് പോലെ എന്തോ കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്. പോയി നോക്കാം. ഇതൊക്കെ ഒരു റോഡായിരുന്നു. ഇതാണ് ഒരു വാതിൻ്റെ അവസ്ഥ. ഒരു മഴ വന്നു കഴിഞ്ഞാലുള്ള വാതിൻ്റെ അവസ്ഥ. മൊത്തം അടിച്ചു കൂട്ടി വെള്ളം കൊണ്ടുപോകും. വീണ്ടും വെള്ളം കാണാൻ തുടങ്ങി. ആ ഭാഗത്ത് നിറയെ വെള്ളം നിൽക്കുന്നുണ്ട്. പോയി നോക്കാം. അപ്പോൾ നമ്മളിവിടം വരെ എത്തി. നല്ല വെള്ളമുണ്ട്. ഇനി മുന്നോട്ട് വെള്ളം കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലാണ്. ബിരിയാണി വെക്കണം നമുക്ക്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മസാഫിയിൽ നിന്ന് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറേ വിറകും എല്ലാ സെറ്റപ്പും വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്നാണ്. സക്സസ് ആവുമോ എന്താ അറിയില്ല. സക്സസ് ആയാലും ഇല്ലെങ്കിലും ഇവിടെ കാണിക്കാം. പെരുന്നാളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൈക്കിങ്, വാട്ടർ ട്രെക്കിംഗ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. അവിടെ ഒരു 3-4 കിലോമീറ്ററൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു പൂളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം മുന്നോട്ട് പോകുന്നിടത്തോളം വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് താഴ്ചയിലേക്ക് പോകുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാത്തത്. നമ്മളിന്ന് ചെറിയ വണ്ടി കൊണ്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങാനൊരു മാർഗ്ഗമില്ല. ഈ വഴിക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ആ കാണുന്നത് വെള്ളം കാണുന്നുണ്ടാവും അല്ലേ, ദൂരെ. ശരിക്കും ഒക്കെ വെള്ളമാണ്. അതുപോലെ ഇവിടെ ഒക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് കയറി തന്നെ തളർന്നു പോയി. നോമ്പ് നോറ്റിട്ട് ഇനിയിപ്പോൾ താഴേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ മലൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു വല്ലാത്ത ഷേപ്പ് കിട്ടും. അത് മാത്രമല്ല വാതി കണ്ടോ, വാതി എന്ത് ഹൈറ്റാണെന്നറിയും. വലിയൊരു കിടങ്ങാണ് അതിൽ കൂടെ പോണത്. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് വെക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്രയും സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ താഴെ ചെന്നിട്ട് ബിരിയാണി വെക്കണം എന്നാണെന്ന് ആഗ്രഹം. അത് അപ്പുറത്തൊരാളുണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോവാണ്. ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ കയറാം, ഫുഡ് കഴിക്കാം. നമ്മൾ മസാഫി ദിബ റോട്ടിലുള്ളത്. ഇത്രയും താഴ്ചയിലേക്ക് ഞങ്ങൾ നടന്നു പോകണം കേട്ടോ. അതും ഈ കയ്യിൽ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വരണേ. നോമ്പും നോറ്റിട്ട് 2 പ്രാവശ്യം ചെയ്ത് സാധനങ്ങളൊക്കെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ആരത്ര കഷ്ടപ്പെടാൻ വേണ്ടി പറഞ്ഞ് വീട്ടിലിരുന്ന് നോമ്പ് പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ ഇത് ഒരു വേറെ വൈബാ. ഇതിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വല്ലാത്ത ഫീലാണ്. അതും ഇങ്ങനെയുള്ള നാച്ചുറൽ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേറെ രസമാണ്, വേറെ വൈബ്. നമ്മൾ കല്ലൊക്കെ വെച്ച് ഒരു അടുപ്പുണ്ടാക്കുകയാണ്. അടുപ്പ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് അരി കഴുകുകയാണ്. നല്ല ബസ്മതി അരിയാണ്. കഴുകാനിതാ നമ്മൾ
ഒലിച്ചു വരുന്ന വെള്ളമാണ്, നല്ല ഫ്രഷ് വാട്ടറാണ്. ഞാൻ പെയ്ത മഴയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് അരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കണ്ടെയ്നർക്ക് മാറ്റല്ലേ, കണ്ടെയ്നർ ഇവിടെ ഇഷ്ടംപോലെ ഇല്ല. കുഴപ്പമില്ലല്ലേ, കുഴപ്പമില്ലല്ലോ. അത് ഞാൻ കുറച്ച് വെച്ചതാണ്. നല്ല ബാസുമതി അരിയാണ്. അപ്പം ചോറായി. അടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. കട്ട് ചെയ്ത് വെച്ചത്, 10-20 അല്ലി വെളുത്തുള്ളി, 10-16 പച്ചമുളക്, ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, പിന്നെ 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് നമ്മളെ കണ്ണൂർ കിച്ചൻ്റെ കണ്ണൂർ ടൈപ്പ് ബിരിയാണിയാണ് അല്ലേ? തലശ്ശേരി കണ്ണൂരോ? കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്പം ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ ആണോ? ജിഞ്ചർ ഗാർലിക് അല്ലേ? മൂന്നും കൂടി നന്നായി ചതച്ചെടുത്തതാണിത്. പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്നുകൂടി നല്ലത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം മല്ലി. ചേട്ടാ
പോയിണ്ടോ ലൈവാണോ? ഓക്കെ അധികം കയ്യങ്ങോട്ട് നല്ല ചൂടാണ്. എനിക്കൊന്ന് ആ പീസ് കൊടുക്കും. വിജയകരമായി ഇതാ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി ഒന്ന് 15 മിനിറ്റ് കിടന്ന് റെഡി ആവട്ടെ. എന്നിട്ട് ദമ്മ് പൊട്ടിക്കാം. മാഷാഅല്ലാഹ്, പൊളിച്ച് ഇറക്കി വെക്കുക. ടൈം നടക്കുന്ന അടിപൊളി അടിപൊളി സ്മെല്ല്, സൂപ്പർ സ്മെൽ. ആ മേലെ നമ്മളെ തീയിട്ടുകൊണ്ടാണ് കറക്റ്റ് ഇതൊക്കെ ശരിക്കും ചുവന്ന കളറായിട്ടുണ്ട്. ബിരിയാണിയുടെ സ്മെല്ല് അടിപൊളി സ്മെല്ല് കേട്ടോ. അത് പൊന്തുന്ന ആ സ്മെല്ല്, ആ ആർക്കേജിൻ്റെ എല്ലാം കൂടെ മിക്സ് ആയിട്ട്, ആ മസാല എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളായിരുന്നുണ്ടല്ലോ. വാ, കണ്ടത് കൊണ്ടുവന്നു. അതൊന്ന് ഒന്ന് ഒന്ന് കൊട്ടേക്ക്. ആ ദം ആ വിളമ്പാനല്ലേ, അത് ഷെഫീക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടാ. അത് പിടിച്ചോ, അപ്പുറത്താ തുണി. താങ്ക് യു. ഒന്ന് തീ കടിച്ച്. വാ, അഭിപ്രായം ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട് ഷെഫീക്ക? ഓ പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞ പൊള്ളി, ഒരു രക്ഷയില്ല. നല്ല ചൂടിൽ ദമ്മ് ബിരിയാണി എടുത്തപ്പോഴേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ബിരിയാണി ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായി. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതുപോലെ ഇതുപോലെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.